ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കൃതിക എന്നാണ് മോളുടെ പേര്. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബിലേറ്റഡ് വിഷസ് അറിയിച്ചേക്കണേന്ന്. അപ്പോൾ കൃതിക മോൾക്ക് ജന്മദിന ആശംസകൾ നേരുന്നു. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. അപ്പോൾ ഒരുപാട് കാലം സന്തോഷത്തോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും നേരുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മോൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വിഷ് ചെയ്തേക്കൂ കമൻറ്റ് ബോക്സിൽ. നന്നായി പഠിച്ച് നല്ല മിടുക്കിയായിട്ട് വരട്ടെ. കഴിഞ്ഞ വീക്കിലായിരുന്നു മോളുടെ ബർത്ത്ഡേ കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുൾ ഡേ റുട്ടീനാണ്. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മണി സേവിങ് ടിപ്സിനെ കുറിച്ച്. അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി 2 വീഡിയോ മണി സേവിങ്സിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് ഗ്രോസറി ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും, പിന്നെ ഇതിന് മുന്നേ തന്നെ ഞാൻ ഓൾറെഡി ഒരു മണി സേവിങ് ടിപ്പിനെ കുറിച്ച് 1-2 ടിപ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡീപ്പായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് പോകുന്നത്. വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. മണി സേവിങ് ടിപ്സിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെയും ലൈഫ് ഓരോ രീതിയിലായിരിക്കും അല്ലേ. ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫും ജോലി ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോകുന്നതായിരിക്കാം. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചും അവർ സമ്പാദിക്കുന്ന സാലറിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു മണി സേവിങ്സിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലെ അവസ്ഥയായിരിക്കില്ല നിങ്ങളുടേത്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്സുകളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ചെറുതാണെങ്കിൽ പോലും നമ്മളത് ജീവിതത്തിൽ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഒരു വലിയൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എസ്പെഷ്യലി പൈസയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ 1-2 രൂപ ഡെയിലി നമ്മൾ ലാഭിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയൊരു എമൗണ്ട് ഒരു വർഷത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റുമല്ലേ. പിന്നെ ഇന്നാണെങ്കിൽ ആമയുടെ പഴയ ടോയ്സ് ഒക്കെ ഒന്ന് ഡീക്ലട്ടറിങ് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത കുറച്ച് ടോയ്സ് ഒക്കെ അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. മണി സേവിങ്സിന്റെ കാര്യത്തിൽ വീട്ടമ്മമാരുടെ പങ്കെന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുത് തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് എന്തിനു പറ്റും, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നത് അല്ലേ. ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോയി അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വരുമാനത്തിൽ കഴിയുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് അങ്ങനെ ഒരു ചിന്ത പൊതുവേ ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് പൈസ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ലാഭിക്കാനായിട്ട് പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതൊരു വലിയ മാറ്റവുമായിരിക്കും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രോസറി ആൻഡ് ഫുഡ്. ഒരു മാസത്തേക്ക് സാധനം എടുക്കുന്നവരുണ്ടാവാം, ചിലപ്പോൾ ആഴ്ചതോറും സാധനങ്ങൾ എടുക്കുന്നവരുണ്ടാവാം. ചില ആൾക്കാരാണെങ്കിൽ തീരുന്നതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ എപ്പോഴും ഗ്രോസറി എടുക്കുമ്പോൾ ബൾക്കായിട്ട് ഒരു മാസത്തേക്കുള്ളതോ അല്ലെങ്കിൽ 2-3 മാസത്തേക്കുള്ളതോ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളൊന്നും ഒരുപാട് നാളത്തേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ, അത് പെട്ടെന്ന് കേടായി പോകും. ഈ അരി പോലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ബൾക്കായിട്ട് നമ്മൾ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, അതിന് വേണ്ടുന്ന മുളകും മല്ലിയൊക്കെ അങ്ങനെ നമ്മൾ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഒക്കെ നിങ്ങൾ കൊപ്ര ആട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് വേണ്ടുന്ന തേങ്ങ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ ആട്ടി നമുക്ക് വീട്ടിൽ വെച്ചേക്കാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഫുഡ്സ് നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നൊരു കാര്യമാണ്. ഞങ്ങൾ പുറത്തുനിന്ന് അത്യാവശ്യം കൂടുതൽ ഫുഡ് കഴിക്കുമായിരുന്നു ഇടയ്ക്ക് വെച്ചൊക്കെ, പക്ഷെ റീസെൻ്റ് ആയിട്ട് ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഫുഡ് മേടിച്ച് കഴിക്കുമ്പോൾ അതിന് നല്ലൊരു പൈസ തന്നെ ആവും അല്ലേ. നമ്മൾ വിചാരിക്കും പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് ടേസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ളതെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒരിക്കലും അല്ല. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന പോലെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊന്നും അല്ല അവർ കുക്ക് ചെയ്ത് തരുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ് വേസ്റ്റ് നമ്മൾ ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്യുക. അനാവശ്യമായിട്ട് കുക്ക് ചെയ്ത് ആഹാരം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ആഹാരം വേസ്റ്റ് ആവുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിച്ചിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അത് കഴിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ 3 പേർക്ക് വളരെ കുറച്ച് മാത്രം ഫുഡ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ഫുഡ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ മാക്സിമം അത് കഴിച്ചു തീർക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. ഒരുപാട് ദിവസം അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തും പോവും. അതുപോലെ തന്നെ ആഹാരം നമ്മൾ
ഉണ്ടാക്കുന്നതെല്ലാം പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളല്ലേ, നമ്മുടെ പൈസയും വേസ്റ്റ് ആവും. ആഹാരം വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് മീൽ പ്ലാനിങ് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി നമ്മുടെ ചാനലിൽ മീൽ പ്ലാനിങ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീക്കിലിയോ അല്ലെങ്കിൽ ഡെയിലിയോ ഒക്കെ നമുക്ക് മീൽ പ്ലാനിങ് ചെയ്ത് വെക്കാം. എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഒരു വീക്കിലേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എഴുതി വെച്ചേക്കാം. സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ, നമ്മുടെ വീട്ടിലുള്ള എന്താണോ വെജിറ്റബിൾസ് ഉള്ളത് അത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്കും രാവിലത്തെ ഒരു കുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ടൈമും വേസ്റ്റ് ആകത്തില്ല, കൺഫ്യൂഷനും വരത്തില്ല. അതുപോലെ തന്നെ ആഹാരം നമുക്ക് വേസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി ഡയറ്റ് പ്ലാനിങ് കൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ സാധനങ്ങൾ ഗ്രോസറീസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിലിങ്ങനെ ക്യാഷ് ബാക്കും കൂപ്പൺ അങ്ങനത്തെ കുറേ ഓഫേഴ്സൊക്കെ വരുമല്ലോ, അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കുക. അപ്പം ഞങ്ങളങ്ങനെ അധികം ഓൺലൈനിൽ എടുക്കാറില്ല, സെപ്റ്റോന്ന് എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധനം എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും. അങ്ങനെ നമുക്ക് മാക്സിമം കൂപ്പൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പൈസ ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ആണ്. മെയിനായിട്ട് ക്ലീനിങ് പ്രോഡക്ട്സുകളൊക്കെ മിക്കവാറും നമ്മൾ പലരും പുറത്തുനിന്നാണല്ലേ മേടിക്കാറുള്ളത്. ഈ ലൈസോള് അല്ലെങ്കിൽ ഹാർപ്പിക്ക് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ പുറത്തുനിന്ന് മേടിക്കാറുണ്ടല്ലേ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന ക്ലീനിങ് പ്രോഡക്ട്സുകളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. DIY പ്രോഡക്ട്സുകൾ ഇപ്പോൾ ബേക്കിംഗ് സോഡയും ലെമണും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസോളിന് അല്ലെങ്കിൽ ഫിനാലിനൊക്കെ പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കർപ്പൂരം, കല്ലുപ്പ്, മഞ്ഞൾ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും നമ്മൾ ഗ്രോസറി എടുക്കുമ്പോൾ മേടിക്കുന്ന സാധനങ്ങളാണ്. ഇത് കുറച്ച് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യാം. ഒത്തിരി ഉപയോഗമുള്ളതാണ്. നമ്മുടെ വീട്ടിലെ പ്രാണികളും ഈച്ചയും പല്ലിയും പാറ്റയും ഉറുമ്പും ഒന്നും വരത്തുമില്ല. അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ മുടക്കുന്ന പൈസ ലാഭിക്കാനും പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യമാണ്, പുറത്തു നിന്ന് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ ടവൽസ് മേടിക്കുന്നത് അല്ലേ. പക്ഷെ നമുക്ക് അതിന് പകരം നമ്മുടെ കുട്ടികളുടെ പഴയ ടീഷർട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പഴയ ഡ്രസ്സുകളോ ഒക്കെ ഒന്ന് നന്നായിട്ട് അലക്കി എടുത്തിട്ട് ഉപയോഗമില്ലാത്ത തുണികൾ കട്ട് ചെയ്ത് സൈഡൊക്കെ ഒന്ന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ മാക്സിമം ക്ലോത്ത്സ് നമുക്ക് വീട്ടിൽ തന്നെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഒത്തിരി പേര് അങ്ങനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഞാനും ഇടയ്ക്ക് വെച്ച് ഫോളോ ചെയ്യുമായിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാനും മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എനർജി സേവിങ് ഹാബിറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ലൈറ്റും ഫാനും ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇറങ്ങുക. ഇത് നമ്മൾ പലരും പല വീട്ടമ്മമാരും അതുപോലെ വീട്ടിലെ മക്കളാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ ഒട്ടും നമ്മൾ ഫോളോ ചെയ്യാത്തൊരു കാര്യമാണല്ലേ. നമ്മളൊരു റൂം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്പേസിൽ നമ്മൾ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫാനും ലൈറ്റും ഒക്കെ ഓഫ് ചെയ്ത് ഇട്ടിട്ട് വേണം പുറത്ത് വരാൻ. അപ്പോൾ നമുക്ക് കുറേ അധികം കറണ്ട് ബില്ലിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീക്കിലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസോ ഒക്കെ നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിട്ടേക്കാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു വെക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ, യാത്ര പോകുന്ന സമയത്ത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലഗ് ഔട്ട് ചെയ്തിട്ടേക്കാം. ഫ്രിഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാതെ മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. ഇതൊക്കെ നമുക്ക് ഒരുപാട് എനർജി സേവ് ചെയ്യാം, കറണ്ട് എനർജി സേവ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. മാക്സിമം തുണികൾ പറ്റുന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ എല്ലാ തുണികളും കൊണ്ടിടാതെ കൈകൊണ്ട് കഴുകാനായിട്ടും കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം കുറയുന്നതിനനുസരിച്ച് നമുക്ക് കറണ്ട് ബില്ല് സേവ് ചെയ്യാനായിട്ട് പറ്റും. ചിലർക്കെങ്കിലും ഉള്ളൊരു സ്വഭാവമാണല്ലേ, മൊബൈൽ ഫോൺ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യാതെ തന്നെ ഫോൺ എടുത്തുകൊണ്ട് പോവുക. ആ സമയത്ത് കറണ്ട് അവിടെ കൂടി ആ വയറിൽ കൂടി പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മൊബൈൽ ചാർജറിൽ ഇട്ടുകൊണ്ട് സംസാരിക്കുന്നത്, അതൊക്കെ ഒരുപാട് കറണ്ട് കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചില വീടുകളിലാണെങ്കിൽ രാവിലെയൊക്കെ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നത് വരയ്ക്കും ഇങ്ങനെ TV ഓടിക്കൊണ്ടിരിക്കും. ആരും കാണാനും കാണത്തില്ല. അതിനനുസരിച്ച് നമ്മുടെ കറണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ TV പോലുള്ള ഉപകരണങ്ങൾ ഓൺ ചെയ്ത് വെക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും അവരെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് എൻഗേജ്ഡ് ആക്കാനൊക്കെ ശ്രമിക്കുക. ഇതുപോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ലൈക്ക് TV, ഫോണ്, ഇതിൻ്റെ ഉപയോഗമൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന സമയത്തും അതുപോലെ മക്കളൊക്കെ വീട്ടിലുള്ള സമയത്തൊന്നും അധികം അങ്ങനെ TV ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ LED ബൾബ്സ് യൂസ് ചെയ്യാൻ ആണ് പറയുന്നത് കേട്ടോ. അതായത് എനർജി എഫിഷ്യൻ്റ്
ആയിട്ടുള്ളതും അതുപോലെ LED ബൾബ്സ് ഒക്കെ നമുക്കിപ്പോൾ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കറണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനത്തെ ലൈറ്റ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്ലോത്തിങ് ആൻഡ് പേഴ്സണൽ ഐറ്റംസ്. നമ്മളിപ്പോൾ ഡ്രസ്സുകൾ മേടിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് തിങ്സ് ഒക്കെ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. മിക്കവാറും നമ്മൾ വീട്ടമ്മമാർക്ക് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ, എസ്പെഷ്യലി ഡ്രസ്സിന്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരുപാട് ഡ്രസ്സുകൾ മേടിച്ച് കൂട്ടുന്നത് നമുക്ക് ഒരു ശീലമുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ ഞാൻ കൊച്ചിലെ മുതലേ അങ്ങനെ ഉള്ള ഒരാളല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യുക. പിന്നെ അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഓഫ് സീസണിൽ നമ്മൾ ഡ്രസ്സസ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ വിന്റർ സീസണിലുള്ള ഡ്രസ്സുകൾ സമ്മർ ടൈമിൽ എടുക്കുക, സമ്മർ സീസണിൽ ഇടേണ്ട ഡ്രസ്സുകൾ വിന്റർ സീസണിൽ എടുക്കുക. അപ്പോൾ ആ ഒരു സീസണൽ ടൈം ആകുമ്പോഴത്തേക്കും ഈ ഷോപ്പുകാർ നല്ലപോലെ റേറ്റ് കൂട്ടും. അപ്പോൾ ആ ഒരു റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഓഫ് സീസണിലാണ്. അപ്പോൾ സീസൺ അല്ലാതിരിക്കുന്ന സമയത്ത് അങ്ങനെ ഡ്രസ്സുകൾ എടുക്കാനായിട്ട് ശ്രമിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ എടുക്കാറുണ്ട് ഡ്രസ്സുകൾ ഇതുപോലെ. ഇപ്പോൾ നമുക്ക് ഡിസംബർ വെക്കേഷൻ സമയത്ത് ഇടേണ്ട ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ നേരത്തെ കൂട്ടി മേടിച്ച് വെക്കാറുണ്ട്. ഫെസ്റ്റിവൽ ടൈമിലുള്ള ഡിസ്കൗണ്ട്സ് ഒക്കെ ഒരുപാട് നമുക്ക് ഓൺലൈൻ ആപ്പുകളിലൊക്കെ അവൈലബിൾ ആണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഡ്രസ്സസ് മേടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മേടിക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും സാധനങ്ങൾ അല്ലെങ്കിൽ ക്ലോത്ത്സ് അതുപോലെ മേക്കപ്പ് ഐറ്റംസ് അതൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഗുഡ് ക്വാളിറ്റി സാധനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വൺ ടൈം പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും കുറഞ്ഞ റേറ്റിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതല്ലാതെ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്കിന്നിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു തവണ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം റേറ്റ് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും എടുക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു തവണ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാം. അതിപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുട്ടികളുടെ സ്കൂൾ ബാഗ് ആണെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അപ്ലയൻസസ് ആണെങ്കിലും ഒക്കെ. അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആൻഡ് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ലക്ഷറി മാൾസുകളിൽ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകാതിരിക്കുക. ഇപ്പോൾ എല്ലാവരും വീക്കെൻഡിൽ പുറത്തു പോകുന്നവരാണല്ലേ, ഞങ്ങൾ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളത് ഓരോ വീക്കെൻഡിലും നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഇങ്ങനെ പല ആളുകളും അവിടെ വരുന്നതാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇപ്പോൾ റൈഡ്സിലാണെങ്കിലും കുട്ടികളെ കൊണ്ട് കയറ്റാനാണെങ്കിലും അവിടെ ആഹാരം കഴിക്കുന്നതാണെങ്കിലും ഒക്കെ മറ്റുള്ളവർ ചെയ്ത് കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ടല്ലേ. റിയൽ ലൈഫിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള ലക്ഷറി മാളുകളിൽ പോകാതെ നമുക്ക് കുട്ടികളായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു ലൈബ്രറിയിൽ പോവുകയോ ഏതെങ്കിലും ഒരു ചെറിയൊരു പാർക്കിൽ പോവുകയോ ബീച്ചിലൊക്കെ പോയിരിക്കുകയോ ചെയ്യുക. അപ്പോൾ ഞങ്ങളും റീസെൻ്റ് ആയിട്ട് യാത്രകളൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എപ്പോഴും നമ്മളിങ്ങനെ വീട്ടിലിരുന്നാലും നമുക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മക്കളെയും കൊണ്ട് പുറത്ത് പോകാം. പക്ഷെ നമ്മൾ പോകാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഒരിക്കലും മറ്റുള്ളവരെ കണ്ടായിരിക്കരുത് തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം. അതായത് ഇപ്പോൾ ക്യാരംസോ ചെസ്സോ സ്നേക്ക് ആൻഡ് ലാഡറോ ലൂഡോ അങ്ങനത്തെ കുറേ നമുക്ക് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഗെയിംസുകളുണ്ടല്ലോ. അപ്പോൾ അതിലുള്ള പല ഗെയിംസും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാരൻസും കൂടി അവരോടൊപ്പം ഇരുന്ന് കളിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫാമിലിയിൽ കുട്ടികൾക്ക് നമ്മളോടുള്ളൊരു ബോണ്ടിങ്ങും കൂടും. അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മാക്സിമം അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുക. നൈറ്റിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു മൂവിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടികളുമായിട്ട് ഒത്തിരുന്ന് അവർക്ക് പറ്റുന്ന ഒരു അനിമേഷൻ മൂവിയോ, ഞങ്ങൾ വീക്കെൻഡിൽ ആമിക്ക് വേണ്ടിയിട്ട് ഒരു അനിമേഷൻ മൂവി കാണാറുണ്ട് സാറ്റർഡേ സൺഡേസിൽ. അവളുടെ ഒപ്പം ഇരുന്ന് നമ്മൾ കാണും. അതുപോലെ തന്നെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആഹാരം നമുക്ക് ആ സമയത്ത് ഇപ്പോൾ പോപ്കോൺ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി സ്നാക്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്വീറ്റ് കോണോ അല്ലെങ്കിൽ ബട്ടർ കോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് സാലഡോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അമ്മമാർ തന്നെ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വീട്ടിലിരുത്തി അവരെ സിനിമകൾ കാണിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി പൈസ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് OTT സബ്സ്ക്രിപ്ഷൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും മിക്കവാറും എല്ലാ OTTയും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഈ ഒരു കഴിഞ്ഞ മാസം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് സബ്സ്ക്രിപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തേക്കുവാണ്. കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ OTT പ്ലാറ്റ്ഫോമിലും ഉള്ളത് സിനിമകളൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം കാണുന്ന OTT മാത്രം
മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ OTT പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം ഞങ്ങൾ ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ വീടുകളിലും ആളുകൾ TV-യിലുള്ള ചാനലുകൾ കാണാൻ മറന്നു പോകുന്നുണ്ട്, ന്യൂസ് കേൾക്കാനായിട്ട് മറന്നു പോകുന്നുണ്ട്. ഒത്തിരി നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നവരാണല്ലേ. അതേസമയം നമ്മൾ മൊബൈൽ ഫോണാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ മണിയാണ് അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അൺയൂസ്ഡ് ആയിട്ടുള്ള സ്ട്രീമിംഗ് ചാനൽസുകളൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സ്മാർട്ടായിട്ട് ബഡ്ജറ്റിംഗ് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മുടെ ഒരു ശീലമാക്കാനും ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും ആദ്യത്തെ പോയിന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഞാൻ ലാസ്റ്റാണ് ഇത് പറയുന്നത്. നമ്മുടെ ചിലവുകൾ എത്രയാണ് എന്നുള്ളത് നമ്മളൊന്ന് ട്രാക്ക് ചെയ്യാട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്പോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിടുക, നമ്മൾ എത്രമാത്രം നമ്മൾ ഒരു മാസത്തേക്ക് ചിലവാക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫിനാൻഷ്യൽ ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഇത്ര രൂപയാണ് നമ്മുടെ സാലറി, ഇത്ര രൂപയ്ക്ക് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത്ര രൂപ നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 1% മിനിമം ആണ് പറയുന്നത്, നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളൊരു ഗോൾ സെറ്റിങ്സ് ആയിട്ട് വെച്ചേക്കുക. ഒരിക്കലും നമ്മളുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സാലറിയുടെ എമൗണ്ടിലല്ല കാര്യം, എത്ര രൂപ സമ്പാദിക്കുന്നവരാണെങ്കിലും ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അതിൽ നമുക്ക് കിട്ടുന്ന 1% നമ്മൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ചെറുതായിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഈ എമൗണ്ടുകളൊക്കെ നമുക്ക് വെക്കേഷൻ സമയത്തൊക്കെ യാത്ര പോകാനും മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വരുവാണ് അല്ലെങ്കിൽ ഒരു എമർജൻസി കേസ് വരുവാണ്, ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു എമൗണ്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു കായ്ക്കുടുക്ക പോലത്തെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് കിട്ടുന്ന പൈസകളൊക്കെ ഞാൻ കൊണ്ടുവെക്കാറുണ്ട്. അത് ഞാൻ എപ്പോഴും ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കത്തില്ല. 2 വർഷത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ ഇതുപോലെ എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത് മാത്രം ഞാനത് എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി തവണ അതിലുള്ള പൈസ ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ ആ ഒരു ശീലം പഠിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു 1-2 രൂപയാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഓരോ പോക്കറ്റ് മണിയും നിങ്ങൾ കൊടുക്കുന്നതോ, ഇപ്പോൾ കുട്ടികൾ വെക്കേഷൻ സമയത്തൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പൈസയൊക്കെ അവരെ ഇതുപോലെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ട് അതിനകത്ത് ഇട്ട് വെക്കാനായിട്ട് പഠിപ്പിക്കുക. എന്നിട്ട് ഇയർ എൻഡ് ആവുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് കാണല്ല, ആ പൈസയ്ക്ക് അവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ എപ്പോഴും കുറച്ച് പൈസ മാറ്റി വെക്കാനായിട്ട് പറയുന്നതിൻ്റെ കാരണം, അതിൽ നമുക്ക് പെട്ടെന്നായിരിക്കും സ്കൂൾ ഫീസിന് വേണ്ടിയിട്ട് പൈസ കാണത്തില്ല, ചിലപ്പോൾ കറണ്ട് ബില്ലിന് കാണത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് മാറ്റി വെച്ചേക്കുക. പിന്നെ നമുക്ക് സാലറി കിട്ടുന്ന സമയത്തിന് എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ സാലറി കിട്ടുന്നതിന് മുന്നേ തന്നെ പുള്ളി ഇങ്ങനെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കും, ഗ്യാസിൻ്റെ പൈസ, കറണ്ട് ബില്ലിൻ്റെ പൈസ, വാട്ടർ ബില്ലിൻ്റെ പൈസ, അങ്ങനെ ഓരോന്നിൻ്റെ ബിൽസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചേക്കും. എന്നിട്ട് അതിനുള്ള എമൗണ്ട് മാറ്റി വെച്ചേക്കും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ടിലാണ് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾക്കും ചെയ്യാം. നമുക്ക് സാലറി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഓരോ മാസവും ചെയ്തു തീർക്കേണ്ട കുട്ടികളുടെ സ്കൂൾ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൈസ നമ്മൾ മാറ്റി വെച്ചിരുന്നാലേ നമുക്ക് ഒരുപാട് ടെൻഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സമയം നമ്മൾ ആരുടെയെങ്കിലും കടം മേടിക്കേണ്ടി വരും. പിന്നെ നമുക്കത് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുമല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ആവശ്യമില്ലാതെ ലോണുകൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ബാങ്കിൽ നിന്നൊക്കെ ആവശ്യമില്ലാതെ ഇങ്ങനെ നമുക്ക് സ്പാം കോളുകൾ പോലെയൊക്കെ വരുമല്ലേ. പിന്നെ ഇതുപോലെ മൊബൈൽ ഫോണിൽ പല മെസ്സേജുകൾ വരും. സ്പാം മെസ്സേജസ് ആയിരിക്കും. നമ്മൾ അറിയാതെ ഇങ്ങനെ തട്ടിപ്പിനൊക്കെ ഇരയായി പോവാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. ന്യൂസൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി കേസുകൾ കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ബാങ്ക് ഇടപാടുകൾ നടത്താതിരിക്കുകയും അനാവശ്യമായിട്ട് ലോൺ എടുക്കാതിരിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചിട്ടികൾക്കൊക്കെ ചേരാം. അതും നിങ്ങൾ നോക്കിയും കണ്ടും സൂക്ഷിച്ചും മാത്രം ചേരുക. നിങ്ങളുടെ സാലറി എത്രയാണോ അതിനനുസരിച്ച് മാത്രമുള്ള ലോണുകൾ എടുക്കുക. ആവശ്യത്തിൽ കവിഞ്ഞുള്ള ലോണുകൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യുന്ന നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെച്ചേക്കുക. എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാനോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കാനോ, നമുക്കൊരു ബുക്ക് മേടിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ചേക്കുക. ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും വേണ്ട, വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം നമുക്ക് വേണ്ടിയിട്ടും കൂടി മാറ്റി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു കുറ്റബോധം തോന്നത്തില്ല. അയ്യോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു പൈസയും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം വരത്തില്ല.
അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഒരു ഹോം മേക്കറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇനി ഞാൻ കുറച്ച് ബോണസ് പോയിന്റ്സും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്, കുറേയൊക്കെ ഇനി ഫോളോ ചെയ്യാനുള്ളതുമാണ്. ഇപ്പം വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പുറത്തുനിന്ന് ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാതെ വീട്ടിൽ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒത്തിരി പൈസ ലാഭിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണ്, ഇപ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ തന്നെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ തന്നെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ DIY പോലെ നമുക്ക് ക്രാഫ്റ്റ് ആയിട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടുന്ന ഗിഫ്റ്റുകൾ നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക്, തക്കാളി, അതുപോലെ കറിവേപ്പില, മല്ലിയില, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഐറ്റംസ് നമുക്ക് വീട്ടിൽ തന്നെ ഗ്രോ ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ നിങ്ങൾ തുടങ്ങുന്നത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. നമുക്ക് പുറത്തുനിന്ന് വെജിറ്റബിൾസ് മേടിക്കാതിരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അത് സെയിൽ ചെയ്തുകൊണ്ട് നമുക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് അതൊരു ബിസിനസ് ആക്കി മാറ്റുകയും ചെയ്യാം. ഞാൻ ഇതിനു മുന്നേ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണത്. നമ്മുടെ ഹോബീസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് നമ്മളൊരു ജോലിയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കട്ടോ. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഉറപ്പായിട്ടും വീട്ടമ്മമാർ ശ്രമിക്കുക. പിന്നെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബിസിനസ്സുകളെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. സ്റ്റിച്ചിങ്, കുക്കിംഗ്, പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടന്റ് മേക്കിംഗ്, സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആക്റ്റീവ് ആവാം. അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് ചെയ്യാം, ഹെയർ ഓയിൽ മേക്ക് ചെയ്യാം, ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ഹെയർ ക്ലിപ്സ്, പിന്നെ റീസെല്ലിംഗ് ബിസിനസ്സുകൾ ഒത്തിരി ഉണ്ട് ഇപ്പം നമുക്ക് ചുറ്റും. നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് നമുക്കിപ്പോൾ റീസെല്ലിംഗ് പോലുള്ള ബിസിനസ്സുകൾ ചെയ്യാം. പിന്നെ ബേക്കറി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി നമുക്ക് കടകളിൽ കൊടുക്കാം. പിന്നെ ഓൺലൈൻ ഷോപ്സുകളിൽ നമുക്ക് സാധനങ്ങൾ വിറ്റഴിക്കാം. മസാലകൾ, അതായത് ഹോം മെയ്ഡ് മസാലകൾ, ഗരം മസാല, സാമ്പാർ പൊടി, ഫിഷ് പൗഡർ, ഫിഷ് മസാല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെയിൽ ചെയ്യാം. അതുപോലെ തന്നെ അരിപ്പൊടി വറുത്തത്, പിന്നെ ദോശമാവ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുമല്ലേ. ഇതൊക്കെ നമുക്ക് വിൽക്കാം. അതുപോലെ തന്നെ ഹെർബൽ ഐറ്റംസ് ലൈക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ബാത്ത് പൗഡർ പോലെയോ അങ്ങനെയുള്ള ഒത്തിരി അധികം ബിസിനസ് ഐഡിയാസ് നമുക്ക് ചുറ്റും ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ഹോബിയായിട്ട് കണ്ടുപിടിച്ച് അതിൽ നമ്മളൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് മണി പോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനിടയിൽ ആദ്യം നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങുക. പിന്നെ അതിനുശേഷം ഫ്രണ്ട്സിനോട് പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി കൊടുത്ത് നമ്മുടെ ബിസിനസ് വലുതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ആൾക്കാരും ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇട്ടിട്ടുള്ള കുറച്ച് ബോണസ് പോയിന്റ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ള പല പോയിന്റ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ആഡ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, അതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.